2000 മെയ് 5-നാണ് കണ്ടുകൊണ്ടേൻ എന്ന രാജീവ് മേനോൻ ചിത്രം റിലീസായത്. ഈ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രം 1811 എഴുതപ്പെട്ട ഒരു നോവൽ, ജെയിൻ ഓസ്റ്റിൻ്റെ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എന്ന പേരുള്ള ഒരു നോവലിനെ അടിസ്ഥാനമാക്കിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ പേര് കമ്പരുടെ കമ്പരാമായണം, അതിൽ കണ്ടേൻ സീതയെ കണ്ടേൻ എന്ന ഒരു വരിയുണ്ട്. ആ വരിയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമാ പേരാണ് ഈ ചിത്രത്തിന് വേണ്ടി രാജീവ് മേനോൻ കണ്ടുപിടിച്ചത്. അതാണ് കണ്ടുകൊണ്ടേൻ. രാജീവ് മേനോൻ എന്ന സംവിധായകനെ കുറിച്ച് പറയുമ്പോൾ, രാജീവ് മേനോൻ ഒരു സിനിമാറ്റോഗ്രാഫർ കൂടിയാണ്. അദ്ദേഹം ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുമ്പ് കൂടുതലും ചെയ്തിരുന്നത് പരസ്യ ചിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ 1997 റിലീസായ മിൻസാരക്കനവ് എന്ന ചിത്രം, ആ ചിത്രത്തിൽ അരവിന്ദ് സ്വാമി, പ്രഭുദേവ, കജോൽ ഇവരൊക്കെയായിരുന്നു അഭിനയിച്ചിരുന്നത്. ആ സിനിമയുടെ പാട്ടുകൾ കണ്ടിട്ടുള്ളവരാരും ആ ചിത്രത്തെ മറക്കാനിടയില്ല. കാരണം അത്രയും കളർഫുള്ളായിട്ടുള്ള ഗാനരംഗങ്ങളായിരുന്നു ആ ചിത്രത്തിലുള്ളത്. കാരണം ഈ രാജീവ് മേനോൻ എന്ന സംവിധായകൻ ഈ പരസ്യ ചിത്രങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ പരസ്യ ചിത്രങ്ങളുടെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആയിരുന്നു ഈ രാജീവ് മേനോൻ്റെ ചിത്രങ്ങളും ചിത്രങ്ങളിലെ പാട്ടുകളും എല്ലാം. ഒരു മൊത്തത്തിലൊരു നിറമുള്ള ഒരു വിഷ്വൽസ് ആയിരുന്നു ഈ രാജീവ് മേനോൻ ചിത്രത്തിൽ. അപ്പോൾ ഈ മിൻസാര കനവിന് ശേഷം രാജീവ് മേനോൻ ചെയ്യുന്ന ഒരു ചിത്രം, അതായത് 2000 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഈ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രം. പക്ഷേ ഈ സിനിമയിൽ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത് രവി കെ ചന്ദ്രനാണ്. ഇതിൽ രാജീവ് മേനോന് എഴുത്തിലും സംവിധാനത്തിലും മാത്രമേ ഈ സിനിമയിൽ പങ്കുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല. ഈ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രം 2000 റിലീസായപ്പോൾ ഞാൻ ഒരു അഭിഭാഷകനായിട്ട് 2 വർഷമേ ആയിരുന്നുള്ളൂ. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ സീനിയേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അവരും അതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ സിനിമയിൽ താല്പര്യമുള്ളവരായിരുന്നു എൻ്റെ സീനിയേഴ്സ്. 1 അല്ല 2 പേരുണ്ടായിരുന്നു. എന്നെക്കാളും 2 വർഷം സീനിയർ ആയിട്ടുള്ളവരായിരുന്നു അവരുടെ ഓഫീസിലായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പോൾ ഞാൻ സിനിമ കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ കണ്ടുകൊണ്ടേൻ കാണാനായി സിനിമയ്ക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം ശ്രീപത്മനാഭ തിയേറ്ററിലാണ് കണ്ടുകൊണ്ടേൻ എന്ന ചിത്രം കാണാൻ ഞങ്ങൾ പോയത്. ഈ തമിഴ് സിനിമ ഈ കണ്ടുകൊണ്ടേനാണോ അതോ വേറെ ഏതെങ്കിലും ഇംഗ്ലീഷ് സിനിമയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അത്തരത്തിലുള്ള ഒരു വിഷ്വലായിരുന്നു ആദ്യത്തെ വിഷ്വൽ. അതായത് ഒരു വലിയൊരു വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നും ഒരു ഹെലികോപ്റ്റർ താഴെ ഇറങ്ങുന്നതും അതിൽ നിന്ന് കമാൻഡോസൊക്കെ പുറത്ത് പട്ടാളക്കാരൊക്കെ ഇറങ്ങുന്നത്, ഇതൊക്കെയാണ് ആദ്യത്തെ സീന്. അപ്പോൾ ഈ സീനിൽ വരുന്ന മമ്മൂട്ടി, ഒരു ബോംബ് സ്ഫോടനത്തിൽ മമ്മൂട്ടിക്ക് ഒരു കാലിന് കാര്യമായ ബുദ്ധിമുട്ട് സംഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മമ്മൂട്ടി ഒരു ചെറിയ വികലാംഗനായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യ പകുതിയിൽ മമ്മൂട്ടിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഈ ചിത്രത്തിൽ മീനാക്ഷി എന്ന കഥാപാത്രം ചെയ്ത ഐശ്വര്യ റായ്. പക്ഷേ ഐശ്വര്യ റായിക്ക് മറ്റൊരു പ്രണയം ഉള്ളതുകൊണ്ട് മമ്മൂട്ടിയുടെ പ്രണയം അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സ്നേഹം തിരിച്ചറിയുവാൻ ഐശ്വര്യ റായിക്ക് കഴിയുന്നില്ല. അപ്പോൾ ഐശ്വര്യ റായ് കഴിയുന്നതും മമ്മൂട്ടിയിൽ നിന്ന് അകന്നു നിൽക്കാൻ, അതായത് മേജർ ബാല എന്ന മമ്മൂട്ടി ചെയ്ത ക്യാരക്ടറിൽ നിന്ന് അകന്നു നിൽക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് മീനാക്ഷി എന്ന ഐശ്വര്യ റായിയുടെ കഥാപാത്രം ഫസ്റ്റ് ഹാഫിൽ മമ്മൂട്ടിയോടുള്ള ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളും. പക്ഷേ ഈ ഫസ്റ്റ് ഹാഫ് തീരുന്നു, ഇൻ്റർമിഷനിൽ ആ ഫസ്റ്റ് ഹാഫ് അങ്ങ് തീരുന്നു. ഈ തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്തിരുന്ന എൻ്റെ സീനിയേഴ്സായ 2 പേരോട് ഞാൻ ചോദിച്ചു, അല്ല, ഈ സിനിമയിൽ മമ്മൂട്ടി എന്തിനാണ് അഭിനയിച്ചത്? ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ പ്രണയം മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ മമ്മൂട്ടി ഇഷ്ടപ്പെടുകയോ ചെയ്യാത്ത, മമ്മൂട്ടിക്ക് ഒരു കാര്യമായ പ്രസക്തി ഇല്ലാത്ത ഒരു ഫസ്റ്റ് ഹാഫ് ഈ ചിത്രത്തിൽ എന്തിന് മമ്മൂട്ടി അഭിനയിച്ചു? അപ്പോൾ എൻ്റെ സീനിയേഴ്സ് എന്നോട് പറഞ്ഞു, വിനോദേ, ഒന്ന് വെയിറ്റ് ചെയ്യ്, എന്തായാലും സെക്കൻഡ് ഹാഫിൽ എന്തായാലും നമുക്ക് പ്രതീക്ഷ കൈവിടണ്ട, സെക്കൻഡ് ഹാഫിൽ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാം. അങ്ങനെ ഞാൻ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. ആ സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ സിനിമ കടക്കുകയാണ്. ആ സെക്കൻഡ് ഹാഫിലേക്ക് സിനിമ കടക്കുമ്പോൾ ഈ ഐശ്വര്യ റായിയുടെ പ്രണയം തകരുന്നു. ഈ ഐശ്വര്യ റായെ പ്രണയിച്ച ഈ അബ്ബാസ് ചെയ്ത കഥാപാത്രം ഐശ്വര്യ റായിയുടെ പ്രണയം വലിച്ചെറിഞ്ഞിട്ട് മറ്റൊരു സമ്പന്നയായ യുവതിയെ വിവാഹം കഴിയും. അതോടുകൂടി ഐശ്വര്യ റായ് ഒറ്റപ്പെടുന്നു. അപ്പോൾ ഐശ്വര്യ റായ് ഒറ്റപ്പെടുമ്പോൾ ആ ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഐശ്വര്യ റായ്ക്ക് ഒരു അപകടം സംഭവിക്കുകയും ആ അപകടത്തിൽ നിന്ന് മമ്മൂട്ടി, അതായത് മേജർ ബാല എന്ന മമ്മൂട്ടി അപകടത്തിൽ നിന്ന് ഐശ്വര്യ റായെ രക്ഷിക്കുകയും തുടർന്ന് ഐശ്വര്യ റായെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് പരിചരിക്കുകയും മറ്റും ചെയ്യുന്നു. പക്ഷേ അപ്പോൾ മമ്മൂട്ടിക്ക് മനസ്സിലാവുന്നു, ഈ മീനാക്ഷി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എന്നോട് ഒരു ഇഷ്ടവുമില്ല, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം തിരിച്ചറിയുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന മമ്മൂട്ടി ഈ മീനാക്ഷിക്ക് വേണ്ടി മറ്റൊരു വിവാഹം കൊണ്ടുവരുന്നു.
പക്ഷേ ആ വിവാഹത്തിന് വരുന്ന ആളിനോട് നിങ്ങളെ വിവാഹം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് പറയുകയും ആ ഇഷ്ടപ്പെടുന്ന വ്യക്തി മമ്മൂട്ടി ചെയ്ത മേജർ ബാലയാണെന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്യുന്നു. അവിടെയാണ് സിനിമയുടെ അവസാനം മമ്മൂട്ടി ഐശ്വര്യ റായ് വിവാഹം കഴിക്കുന്നതാണ് സിനിമയുടെ അവസാനത്തെ സീന്. അപ്പോൾ ഈ സിനിമ കണ്ടു വന്നിരുന്ന എനിക്ക് അത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. കാര്യം ആ ഫസ്റ്റ് ഹാഫിൽ മമ്മൂട്ടിയെ ഒരു പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും രണ്ടാമത്തെ ഹാഫിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഈ മേജർ ബാലയെ ഇഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ഒടുവിൽ മമ്മൂട്ടി വിവാഹം കഴിക്കുകയും ചെയ്യുന്ന ഒരു ശുഭ പര്യവസായിയെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അവരുടെ ആരാധകനാണ് ഞാൻ. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ മമ്മൂട്ടി, നമ്മൾ മലയാളത്തിൽ ഇത്രയും വലിയൊരു സ്റ്റാറായി കാണുന്ന മമ്മൂട്ടി ഈ തമിഴ് സിനിമയിൽ ചെന്ന് കണ്ടുകൊണ്ടേ അഭിനയിച്ചപ്പോൾ മമ്മൂട്ടിയെ വേണ്ട രീതിയിൽ മമ്മൂട്ടിക്ക് ഒരു വില കൊടുക്കാത്തത് ഫസ്റ്റ് ഹാഫിൽ എന്നെ വിഷമപ്പെടുത്തി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വളരെ എനിക്ക് സന്തോഷം തോന്നിയ രംഗങ്ങളായിരുന്നു സെക്കൻഡ് ഹാഫ് മുഴുവൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സീനിയേഴ്സ് പറഞ്ഞ കാര്യം സത്യമായി. ആദ്യത്തെ ഹാഫിൽ മമ്മൂട്ടിക്ക് പ്രണയത്തിനിടം കൊടുക്കാത്ത ഇരുന്നപ്പോൾ സെക്കൻഡ് ഹാഫിൽ മമ്മൂട്ടിക്ക് കാര്യമായ പങ്കാളിത്തം കൊടുക്കുന്ന ഒരു ചിത്രമായി കണ്ടുകൊണ്ടേ മാറി. മമ്മൂട്ടിയുടെ ഫാൻസ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ പറഞ്ഞുകൊള്ളുന്നു.